NABHന്റെ 6th എഡിഷൻ രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. COP കെയർ ഓഫ് പേഷ്യൻസ് 9th സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 9th സ്റ്റാൻഡേർഡിൽ 2 സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനുള്ളിൽ. ഒന്ന്, നമ്മളുടെ ഇൻറ്റൻസീവ് കെയർ എങ്ങനെ നടത്തണം, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് ഇൻറ്റൻസീവ് കെയർ. മറ്റൊന്ന്, നമ്മുടെ HDUs, ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. HDU ചില ഹോസ്പിറ്റലുകൾ ഹീമോ ഡയാലിസിസ് യൂണിറ്റിനെ HDU എന്ന് വിളിക്കും. പക്ഷെ നോർമലി എല്ലാവരും അത് ഡയാലിസിസ് യൂണിറ്റ് എന്ന് മാത്രമാണ് പറയുക. ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ് ഉണ്ട്. കാരണം ഈ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് പലപ്പോഴും നമുക്ക് വളരെ സുപരിചിതമാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റിയോ ഒരു സർജറി കഴിഞ്ഞോ ഒരു ഇൻവാസീവ് പ്രൊസീജിയറിന് ശേഷമുള്ള കെയറൊക്കെ കൊടുക്കുന്നത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. എന്നാൽ ഒരു ബോഡി പലപ്പോഴും ഹൈലി അലർജിക് ആവുന്ന, നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന, വളരെ അധികം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബോഡി കണ്ടീഷൻസ് ഉള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ HDU യൂണിറ്റ്സ് ആണ് പേഷ്യൻസിനെ കിടത്താനായിട്ട് ഉപയോഗിക്കുക. ഈ 2 സ്ഥലവും വളരെ കൃത്യമായിട്ടും നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഡോക്യുമെന്റഡ് ഗൈഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ 2 സ്ഥലവും നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ അഡ്മിഷൻസ്, ഡിസ്ചാർജസ്, മറ്റൊരു എമർജൻസി കെയറിൽ നിന്ന് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്കുള്ള ട്രാൻസ്ഫർ ഇൻ, മറ്റൊരു നോർമൽ വാർഡിലേക്കുള്ള ട്രാൻസ്ഫർ ഔട്ട്, ഇതൊക്കെ ഏത് തരം കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടത്തേണ്ടത് എന്നുള്ള ഡോക്യുമെന്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഈ ഓരോ സ്ഥലത്തിനും ആവശ്യമുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ടാവണം. വിശദമായി നമ്മൾ അതിൻ്റെ പുറകെ നോക്കുന്നുണ്ട്. ഓരോ യൂണിറ്റിലും വേണ്ടുന്ന നേഴ്സിംഗ് സ്റ്റാഫുകളെ, നേഴ്സിംഗ് ഇൻചാർജുകളെ, സ്റ്റാഫ് നേഴ്സസിനെയൊക്കെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പെർ ബെഡ് വൈസ് ആയിട്ട് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബെഡ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ HDUയിൽ ബെഡ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് നമ്മുടെ ഇഷ്ടപ്രകാരം അപ്പം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഓർഗനൈസേഷന് കൃത്യമായ ഡോക്യുമെന്റഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. ICU ബെഡുകളുടെ അഭാവത്തിൽ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ക്ലിയർ അല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്യാറില്ലേ നമ്മൾ പലപ്പോഴും? യെസ്, അത് നമ്മൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുന്നതൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം, കൃത്യമായ ഒരു ഗൈഡൻസ് ഡോക്യുമെന്റഡ് ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ പ്രാക്ടീസ് ഫോളോ ചെയ്യാൻ കഴിയണം. കാരണം ഈ HDU, ICU ഒക്കെ വളരെയധികം ഇൻഫെക്ഷൻസ് ഷെയർ ചെയ്യപ്പെടാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനും അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രാക്ടീസസ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റണം നമ്മുടെ ഓർഗനൈസേഷനിൽ. അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഈ ICUകളെ റിലേറ്റഡ് ആയിട്ടും HDUകളെ റിലേറ്റഡ് ആയിട്ടും നമുക്കുണ്ടാവേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ പേഷ്യൻസിൻ്റെയും ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും കൗൺസിലിങ്ങിനും കൺസേൺ സൈൻ ചെയ്യുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് പേഷ്യൻറ്റിൻ്റെ ഫാമിലീസിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പീരിയഡിക്കലി നമ്മൾ എടുത്ത് കൂടുതൽ ബെറ്റർ ആക്കി കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ ഏകദേശം 7 ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ളത്. 6 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളും ഒരു അച്ചീവ്മെൻറ്റുമാണ് നമുക്കിവിടെ ഉള്ളത്. മോസ്റ്റ്ലി ഇതൊരു നിർബന്ധ ബുദ്ധിയാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകേണ്ടതാണ്. സോ COP 9 says that the organization provides care in intensive care and high dependency units in a systematic manner.
അതിനുള്ള വിശദമായ ഒബ്ജക്റ്റീവ് എലമെന്റ് ഡിസ്കഷൻസ് നമുക്ക് തുടർന്ന് ചെയ്യാം.